ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ വിശദീകരണവുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഈ സംസ്ഥാനത്ത് കോക്കസ് സലീമിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്ന് എനിക്ക് ഇന്നറിയണം. ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുതാ വിരുദ്ധമാണ്. മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങാൻ തുക ചെലവഴിച്ചു എന്നത് സത്യമല്ലെന്നും ബോർഡിന്റെ വിശദീകരണത്തിലുണ്ട്. അത് പിന്നെ ഇവിടെ എങ്ങനെ അറിഞ്ഞു? അവനെന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു. താനെന്തിനാണോ എന്റെ പേരും പറഞ്ഞ നാണങ്ങളാ നടക്കുന്നത്? വിവാദത്തിന് കാരണം ഉദ്യോഗസ്ഥരുടെ അലംഭാവമാണെന്ന് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ചില ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടെന്ന് ദേവസ്വം മന്ത്രി VN വാസവനും ചൂണ്ടിക്കാട്ടി. എനിക്ക് രണ്ടിലൊന്നറിയണം. ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിൽ അടിമുടി ക്രമക്കേടെന്നായിരുന്നു സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. ഭരണകൂടങ്ങളുടെ കൊടും ഭീകരതകൾക്ക് മുമ്പിൽ ഒട്ടും മടിപതരാതെ നിന്നിട്ടുള്ളവരാണ് ഞങ്ങൾ. ഇതിൽ വിശദീകരണവുമായാണ് ദേവസ്വം ബോർഡ് രംഗത്ത് വന്നിരിക്കുന്നത്. അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് വസ്തുതാവിരുദ്ധമായ പ്രചരണമാണ് നടക്കുന്നത്. നന്ദഗോവിന്ദം ഭജൻസിന് പണം നൽകിയിട്ടില്ല. അങ്ങനെ ഞാൻ നേരിടുന്നില്ലേ, സഹിക്കുന്നില്ലേ, പ്രശ്നങ്ങളെ ഫേസ് ചെയ്യൂ. എവരിതിങ് വിൽ ബി ഓൾ റൈറ്റ്. നൽകിയെങ്കിൽ വൗച്ചർ അല്ലെങ്കിൽ ബാങ്ക് ഇടപാട് രേഖകൾ ഉണ്ടാകേണ്ടതാണ്. ഇഷാൻ ദേവ് സംഘവുമാണ് പരിപാടി അവതരിപ്പിച്ചത്. ഇഷാന്റെ അക്കൗണ്ടിലേക്കാണ് തുക പോയത്. ഇതുവരെ സ്പോൺസർഷിപ്പിലൂടെ 3 കോടി രൂപ ലഭിച്ചു. ദേവസ്വത്തിൽ നിന്ന് ചെലവാക്കിയ തുക തിരിച്ചടച്ചു. ഭക്ഷണം നൽകിയതിൽ അനധികൃതമായി തുക എഴുതിയെടുത്തു എന്ന ആരോപണം തെറ്റാണെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. അത് മൂവർ സംഘത്തിനോട് മതി, എന്നോട് വേണ്ട. കണക്കാക്കിയതിനേക്കാൾ ഇരട്ടിയിലധികം ആളുകൾക്ക് ഭക്ഷണം വിതരണം ചെയ്തു. ശബരിമലയെ കരിവാരിത്തേക്കരുതെന്നും ദേവസ്വം ബോർഡ് അഭ്യർത്ഥിക്കുന്നുണ്ട്. ചില ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടെന്നും പോറ്റിയെ കയറ്റിയവർക്കാണ് ഇപ്പോൾ സങ്കടമെന്നും ദേവസ്വം മന്ത്രി VN വാസവൻ. പറഞ്ഞത് നിയമസഭ പറയുന്നത് കൃത്യമായി പരിശോധിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് പോയി പരിശോധിക്കുമ്പോൾ അത് അങ്ങനെ അല്ലായിരുന്നു എന്ന് പറഞ്ഞവർ നാളെ പൊതുജനങ്ങളോട് മാപ്പ് പറയും. ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പോറ്റിയെ ബന്ധിപ്പിച്ചില്ല എന്നുള്ളതാണ് കോൺഗ്രസ്സുകാർക്ക് ഉണ്ടാക്കിയിട്ടുള്ളൊരു വിഷമം. സത്യം പുറത്തു വരുമെന്ന പ്രതീക്ഷയാണ് മുൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് പങ്കുവച്ചത്. ഇത് അങ്ങനെയല്ല സാറേ, എനിക്ക് ഇതിനു മുമ്പ് അനുഭവം ഉണ്ടായിട്ടുണ്ട്. എവിടെ എന്ത് പ്രശ്നം നടന്നു കഴിഞ്ഞാലും ആദ്യം ആൾക്കാർ മെക്കിട്ട് കയറുന്ന എന്റെ. ഈ മാസം 17 ചേരുന്ന ദേവസ്വം ബോർഡ് യോഗം സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഹൈക്കോടതി വിശദീകരണം ചോദിച്ചാൽ അതിനുശേഷമാകും മറുപടി നൽകുക. മീഡിയ 1 തിരു മക്കള് കൊയ്തെടുത്തേ, തമ്പ്രന്റെ മക്കള് കൊയ്തെടുത്തേ, പെണ്ണിനെ കണ്ടേ.